രേണു മാപ്പ് കൊടുത്തോ? കൊടുത്തില്ലയോ? ചൈത്യ ഗിസേലിനോട് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് അനുമോളോട് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ അനുമോളുടെ കൂടെ വേണം നിൽക്കാൻ. ക്യാപ്റ്റൻസി ടാസ്കിനിടയിൽ ആര്യൻ എന്താ അവിടെ ചെയ്തേ? അഭിലാഷിന്റെ കാലയെ ചവിട്ടുവോ? അങ്ങനെ എന്താണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സി ശരത്തുമായിട്ട് എന്താ ഒരു ഡിങ്കോൾഫിയ? ഗിസേൽ എന്ത് പണിയാ ലാലേട്ടൻ കൊടുത്തേ? ആരെയാ ലാലേട്ടൻ എവിക്റ്റ് ആക്കിയത്? സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ്. സോ നമുക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡ് ഫുള്ളായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്താലോ? ഈ എപ്പിസോഡ് ഫുള്ളായിട്ട് ഒരു സസ്പെൻസിലാണ് ലാലേട്ടൻ കൊണ്ടുപോയത്. സോ ആരെയാണ് എവിക്ഷൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള സസ്പെൻസിലൂടെയാണ് ഈ ഒരു ഫുൾ എപ്പിസോഡ് കൊണ്ടുപോയിരുന്നത്. പിന്നെ രേണുവിൻ്റെ മാപ്പിൻ്റെ വിഷയം. ഫസ്റ്റ് ഇപ്പോൾ രേണുവിൻ്റെ മാപ്പിൻ്റെ വിഷയം ലാലേട്ടൻ എടുത്തു ചോദിച്ചു. രേണു എന്തുകൊണ്ടാണ് മാപ്പ് കൊടുക്കാൻ വിസമ്മതിക്കുന്നത്? ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടാണോ? നമ്മൾ തന്നെ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്, രേണുവിന് മാപ്പ് കൊടുക്കാനുള്ളൊരു താല്പര്യക്കുറവ് ശാരിക കെ ബിയുടെ ഉപദേശത്തിന് ശേഷമാണ് കൂടുതൽ ടെൻഡൻസി ഉണ്ടായത്. സോ അത് തന്നെ ലാലേട്ടൻ ചോദിച്ചു, ശാരിക കെ ബി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണോ രേണു ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. സോ അപ്പോൾ രേണു പറഞ്ഞു, ഇന്ന പോലെ എന്നെ ഇങ്ങനെ വന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ വിളിച്ചത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, കാരണം എന്നെപ്പറ്റി ഒന്നും അറിയത്തില്ല, എന്നിട്ട് തന്നെ പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ, സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി അതെടുത്തത് എന്നുള്ള രീതിയിൽ രേണുവിൻ്റെ ന്യായം പറയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അക്ബർ പറഞ്ഞു, ഈ പറയുന്ന പോലെ എന്നെ ഒരു ടാർഗറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. സോ അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു എവിക്ഷൻ്റെ ഭാഗമായിട്ട് നോമിനേഷൻ്റെ ഭാഗമായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തു. സോ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ രേണു ചേച്ചിക്ക് ഒരു പ്രത്യേക മറുപടി ഇല്ലായിരുന്നു. സോ അപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്തതെന്ന് തോന്നിയതുകൊണ്ട് തന്നെ പുള്ളിയെ ട്രിഗർ ചെയ്യുന്നത് ഞാനും ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചതെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മുടെ അക്ബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ബട്ട് അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു, ഈ പറയുന്ന ലാലേട്ടനാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്, ഒരു മാപ്പ് കൊടുത്തതെന്ന് പറഞ്ഞ് എന്താ മാപ്പിൻ്റെ മഹത്വം കാര്യങ്ങളൊക്കെ ആയിട്ട് ലാലേട്ടൻ ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്കും രേണുവിന് മനസ്സിലായി രേണുവിൻ്റെ ഇമേജ് കറക്റ്റായിട്ട് പോകുന്നു എന്നുള്ളൊരു തോന്നൽ രേണുവിനുണ്ടായി. സോ അപ്പോൾ രേണു ആക്ച്വലി പറഞ്ഞു, ഞാൻ മാപ്പ് കൊടുക്കാം എന്നുള്ള രീതിയിൽ മാപ്പ് അവിടെ കൊടുക്കുകയാണ് ഉണ്ടായത്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന രേണുവിന് ആക്ച്വലി ഒരു എന്താ പറയുക, എങ്ങനെ കളിക്കണമെന്ന്, ലൈക്ക് മൈൻഡ് ഗെയിം എങ്ങനെ കളിക്കണമെന്ന് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. മേ ബി അത് റോങ് ആയിരിക്കാം, പക്ഷേ പുള്ളിക്കാരത്തി കൂടുതൽ കടമ്പിടുത്തം പിടിക്കാതെ അപ്പം തന്നെ ലാലേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ചേഞ്ച് അവിടെ നടത്തി. സോ അത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം നെവിന് കിട്ടിയൊരു മുട്ടൻ പണി. അതായത് നെവിൻ ഈ പറയുന്ന പോലെ കുറേ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന മറ്റുള്ളവരുടെ റേഷൻ കട്ടുകൊണ്ടാണ്. സോ അപ്പോൾ അതൊരിക്കലും ബിഗ് ബോസ് കാരണം മറ്റുള്ളവർ കാണാതെ ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതിനകത്തൊരു ആക്ഷൻ എടുക്കാൻ ലാലേട്ടനോ ബിഗ് ബോസിനോ മാത്രമേ സാധിക്കത്തുള്ളൂ. സോ അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ അതുപോലെ തന്നെ നെവിൻ ഒരുപാട് പ്രാവശ്യം മയക്കി മാറ്റി വെക്കുക, അങ്ങനെ ഒരുപാട് ബിഗ് ബോസിൻ്റെ 14 പ്രാവശ്യം കൊണ്ടാണ് വാർണിംഗ് കിട്ടിയത്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പറയുന്ന പോലെ ലാലേട്ടൻ നല്ലൊരു ബിഗ് വാർണിംഗ് തന്നെയാണ് നെവിന് കൊടുത്തേക്കുന്നത്. പക്ഷേ നെവിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, ബട്ട് ലിമിറ്റ് വേണം എന്നുള്ള രീതിയിൽ. ഇനി കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ പറഞ്ഞില്ലേ, അവൻ കാണിക്കുന്ന ചിലപ്പോൾ ലാലേട്ടന് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട്. സോ അപ്പോൾ അതെന്തുമായാലും പറയുമെന്നുള്ളത്. സോ അതെന്തുമായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെവിൻ ലിമിറ്റോട് കൂടി ഇനി ഗെയിം കളിക്കുന്നത് നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു റൗണ്ട് ട്രാക്കിനുള്ളിലൂടെ നമ്മൾ സൈക്കിൾ ചവിട്ടണം. എന്നിട്ട് ആരാണാവോ ലാസ്റ്റ് വരെ ആ ട്രാക്കിനുള്ളിൽ തന്നെ നിൽക്കുന്ന അവർ ജയിക്കും, ട്രാക്കിന് പുറത്ത് പോകുന്നവർ എവിക്റ്റ് ആവും, അല്ലെങ്കിൽ ആ ടാസ്കിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നുള്ള രീതിയിലായിരുന്നു ഗെയിം ഉണ്ടായിരുന്നത്. സോ അതിനകത്ത് ഈ അഭിലാഷ് ആക്ച്വലി ഏത് രീതിയിലാണ് ആ ഗെയിമിനെ അപ്രോച്ച് ചെയ്തതെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. കാരണം അഭിലാഷ് വന്നപ്പോൾ നല്ലൊരു ഫൈറ്ററായിട്ടാണ് വന്നത് ഇതിനകത്തോട്ട്. പക്ഷേ ബിഗ് ബോസിനുള്ളിലോട്ട് ഒരു വിത്തിൻ 1 വീക്ക് തന്നെ അഭിലാഷ് നന്നായിട്ട് ചേഞ്ചായി. മേ ബി ലാലേട്ടൻ്റെ ആ ഒരു അഡ്വൈസ് കേട്ടതിന് ശേഷമായിരിക്കും കൂടുതൽ ചേഞ്ചായി അഭിലാഷ്. അപ്പം ആ ചേഞ്ച് നല്ലതാണ്, ഒരു തരത്തിൽ നല്ലതാണ്. പക്ഷേ ആ ചേഞ്ച് അഭിലാഷ് എങ്ങനെയാണ് അത് ആ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം എല്ലാവരോടും ലൈറ്റായിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് ആ ഒരു ചേഞ്ച് അഭിലാഷ് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. കാരണം അഭിലാഷിൻ്റെ സ്ക്രീൻ സ്പേസ് അത് നന്നായിട്ട് കുറയുന്നുണ്ട്. ശരിയാണ്, ചില നല്ല നല്ല പോയിൻറ്റ്സും നല്ല നല്ല അഡ്വൈസും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ ഹൈലൈറ്റിൽ വരാറുണ്ടെങ്കിൽ പോലും, പക്ഷേ അതൊന്നും പ്രേക്ഷകർക്ക് അഭിലാഷ് ഒരു വിന്നിങ് മെറ്റീരിയൽ ആണെന്ന് തോന്നത്തക്ക രീതിയിലുള്ളൊരു പോയിൻ്റ് അവിടെ ആവുന്നില്ല എന്നുള്ള കാര്യം അഭിലാഷ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഗെയിം തന്നെ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ, ഈ ഗെയിമിനകത്ത് ആര്യൻ ഒരു അഗ്രസീവ് അപ്രോച്ച് കൊണ്ടുവന്നപ്പോൾ അഗ്രസീവ് അപ്രോച്ച് കൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തിയായ അഭിലാഷ് അവിടെ അത് വിട്ടുകൊടുക്കുന്ന ഒരു ലൈറ്റ് അപ്രോച്ചാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ അത് എനിക്കൊരു പേഴ്സണലി എനിക്ക് അഭിലാഷിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നിപ്പോയി. പിന്നെ അതിനുശേഷം ഗിസേലിനോടും 2ാം റൗണ്ടിൽ നമ്മുടെ ആര്യൻ മത്സരിച്ച് ജയിക്കുകയുണ്ടായി. അങ്ങനെ ആര്യൻ ബിഗ് ബോസ് സീസൺ 7 3ാമത്തെ വീക്കിലെ ക്യാപ്റ്റനായി. അതിനുശേഷം എവിക്ഷൻ ആയിരുന്നു. സോ എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പിടിച്ച് നിർത്തിയിട്ട് ഓരോരുത്തരായിട്ട്, അതായത് ഈ ഗിസയിൽ ക്യാപ്റ്റൻസി ടാസ്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു,
ഗിസൈൽ ഈ പറയുന്ന പോലെ നോമിനേഷനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാപ്റ്റൻസിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഗിസൈലിൻ്റെ എന്താ പറയുന്നത് കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന രീതിയിലും കൂടിയായിരുന്നു ലാലേട്ടൻ്റെ അപ്രോച്ച്. അതിനുശേഷം വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചു ലാസ്റ്റ് വരെ ഗിസൈലും ഷൈത്യം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവരിൽ ഒരാൾ എന്തുമായാലും ഔട്ടാവും. അപ്പോഴത്തേനും കാണിച്ച് നോ എവിക്ഷൻ എന്നുള്ള രീതിയിൽ. അത് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഒരു പ്രേക്ഷകൻ എന്നുള്ള എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ശൈത്യം അല്ലെങ്കിൽ ഗിസൈലിനെ പുറത്താക്കണമായിരുന്നു. ഗിസൈലിനെ പുറത്താക്കിയില്ലെങ്കിലും ശൈത്യം പുറത്താക്കണമായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. പക്ഷെ അതും നല്ലൊരു ഗെയിമാണെന്ന് പിന്നീട് എനിക്ക് തോന്നി. അതിനുശേഷം ലാലേട്ടൻ്റെ എപ്പിസോഡ് എൻഡ് ആയതിനു ശേഷം കുറച്ച് പോർഷൻസ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഹൗസിനുള്ളിൽ അവർ സംസാരിക്കുന്നതായിട്ടും അവരുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഇനി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. സോ ആ പോർഷൻസിനകത്ത് 2-3 കാര്യങ്ങളാണ് ഹൈലൈറ്റ്സിൽ വന്നത്. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് ബിൻസിയെയും നമ്മുടെ അപ്പാനി ശരത്തിനെയും പറ്റി ഹൗസ് മേറ്റ്സ് അവിടെ സംസാരിക്കുന്ന കുറച്ച് രംഗങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ശാരിക ആരോടാ സംസാരിക്കുക, ഇതൊക്കെ എപ്പം നടന്നു, ഇതൊക്കെ ഇവർ എങ്ങനെ ഇത്രയും മിങ്കിളായി, ബിൻസി അവരെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുമ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളത്. ഞാൻ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു, ഇവർ ഭയങ്കര കൂട്ടൊക്കെ എപ്പോൾ ആയി എന്നുള്ള രീതിയിൽ. അത് ആക്ച്വലി നമ്മളും ഭയങ്കര വണ്ടടിച്ചു പോയി. എന്നാലും പക്ഷേ എവിക്റ്റായി ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ. അവരുടെ വിഷമം കൂടെ മനസ്സിലാക്കണം. അവർ 100 കൂട്ടം സ്വപ്നങ്ങളൊക്കെ കണ്ട് വന്നിട്ട് പിന്നെ എവിക്റ്റായി പോയി. ശരിയാണ്, അപ്പാനി ശരത്തിനെ അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ എന്താണ് ക്ലോസ് ആയിട്ടുള്ള സംസാരം, മീൻസ് ഒരു നല്ലൊരു ഫ്രണ്ടിനെ ചിലപ്പോൾ ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നതാണ് മേ ബി. പക്ഷേ ഇത്രയും പ്രായമുള്ളവർക്ക് കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. എങ്കിലും അത് അത്രയ്ക്ക് വലിയ ടോക്കായിട്ട് എടുക്കണ്ടായിരുന്നു. പക്ഷേ പുറത്താണേലും അകത്താണേലും അതൊരു ടോക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ശൈത്യ ഗിസൈലിനോട് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഗിസൈലിന് പ്രശ്നമില്ലായിരുന്നു അനുമോൾ ഈ കാണിക്കുന്നതൊക്കെ ഗെയിമായിട്ടൊക്കെ എടുത്തു. പക്ഷേ ബോയ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന ഏത് തരത്തിലാണ്, കാരണം ഗിസൈൽ ഒരു മലയാളി കൂടെയാണ്, ഹിന്ദിക്കാരിയൊന്നും അല്ല ഈ പറയുന്ന പോലെ ആ ഒരു അർത്ഥം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ്. സോ അപ്പോൾ അനുമോളുടെ ആ ഒരു അർത്ഥം വെച്ചിട്ടുള്ള സംസാരം ഗിസൈലിനാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് ഗിസൈലിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ അപ്പോൾ അപ്പം ശൈത്യ പറയുന്നുണ്ട്, അത് ഞാൻ അന്നേരം അത് കേട്ടില്ല അവളങ്ങനെ പറയുന്നത്, ഞാനിങ്ങനെ തിരിഞ്ഞിരിക്കുമല്ലേ, അപ്പോൾ ഞാനെങ്ങനെ കേൾക്കാനാ എന്നുള്ള രീതിയിലുള്ളൊരു ഒരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്യണം, അത് പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും കണ്ടതാണ്. സെക്കൻഡ്, അനുമോളോട് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ അനുമോളുടെ കൂടെ വേണം നിൽക്കാൻ. ശൈത്യ കൂടുതലും ഗെയിം കളിക്കുന്നത് അനുമോളുടെ കൂടെ നിന്നിട്ടാണ്. അപ്പം ആ ഒരു കൂറ് അവിടെ പുലർത്തണം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കിന് ഞാൻ അനുമോളുടെ കൂടെ അല്ലേ, ഞാൻ ന്യൂട്രലാണ്, അല്ലെങ്കിൽ ഞാൻ ഗിസൈലിനോടും കൂടി ഒപ്പം ഉണ്ടേ എന്നുള്ള രീതിയിൽ നിൽക്കരുത്. എപ്പോൾ തെറ്റ് പറ്റിപ്പോയി, അന്നേരം എനിക്കത് തിരുത്താൻ പറ്റിയില്ല, എനിക്ക് അന്നേരം അതങ്ങനെ തോന്നിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങ് പോവുക. അവിടെ ഒരു നിലപാടാണ് കാണിക്കുന്നത്. അപ്പോൾ ശൈത്യ ഈ വീക്ക് എവിക്റ്റ് ആയില്ല എന്ന് വെച്ചിട്ട് പുള്ളിക്കാരത്തി സേഫ് അല്ല. സോ അത് ശൈത്യ മനസ്സിലാക്കണം. ശൈത്യ കുറച്ചും കൂടി ട്രൂ ആയിട്ട് നിൽക്കണം, ജെന്യൂൻ ആയിട്ട് നിൽക്കണം, അല്ലാതെ അവിടെയും ഇവിടെയും പിടിച്ചുകൊണ്ട് നിൽക്കരുത്. അതിനുശേഷം ക്യാപ്റ്റൻസി കിട്ടിയ ആദ്യത്തെ പണിയായിട്ട് എല്ലാവർക്കും കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസലുകളുള്ള എല്ലാവരെയും പിടിച്ചിട്ട് ഓരോരോ ടീമിൽ ഇട്ടിട്ടുണ്ട്. സോ അപ്പം കിച്ചണിൽ മാത്രം പ്രശ്നം നടക്കണ്ട, എല്ലാ ടീമിലും പ്രശ്നം നടക്കട്ടെ എന്നുള്ള രീതിയിൽ. സോ എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അപ്പാനി ശരത്തിനെയും അനുമോളെയും കൂടെ ഒരു ടീമിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് തോന്നുന്നില്ല അത് അനുമോളുടെയും അപ്പാനിയുടെയും കാര്യത്തിനകത്ത് വർക്കാവുന്നത്. കാരണം അപ്പാനി ആക്ച്വലി പറയുമെങ്കിലും ഭയങ്കര വലിയ വലിയ റൂഡാതേങ്ങിയ വാങ്ങിയെന്നൊക്കെ പറയുമെങ്കിലും പുള്ളിയുടെ മനസ്സൊരു സോഫ്റ്റാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് കുറച്ച് അടുപ്പമൊക്കെ കാണിച്ച് കുറച്ച് അനുമോളെ ഒന്ന് ചിരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പാനി അവിടെ ഒഴുകി മെഴുകിയില്ലാതാവും. സോ അതിനുശേഷം വീണ്ടും ഗ്രൂപ്പിസം ഉടലെടുത്തിട്ടുണ്ട്. പലരും പല ഗ്രൂപ്പായിട്ട് മാറുന്നുണ്ട്. അപ്പാനി ശരത്തും അക്ബറും തുടക്കമിട്ടെങ്കിലും ഷാനവാസ് മുനിയിലും അത് ഏറ്റെടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ചൈത്യയും നമ്മുടെ അനുമോളും നൂറ, അതില, ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആയിട്ടുണ്ട്. സോ അങ്ങനെ ഇൻഡിവിജ്വൽ ഗ്യാങ്സ് വരുന്നു ഗൈസ്. ലെറ്റ്സ് സീ നമുക്ക് എങ്ങനെയായിരിക്കും ഈ ബിഗ് ബോസ് സീസണിൻ്റെ ഗ്യാങ് വാർ എങ്ങനെയായിരിക്കും നടക്കുന്നതെന്ന് ഇനി അധികം വൈകാതെ തന്നെ നമുക്കറിയാൻ പറ്റും. സോ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരുന്നു. സോ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.